അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീൻ വർക്ക് ബുക്കിന്റെയും 20ാമത് ചാപ്റ്ററാണ് വായിക്കുന്നത്. ഹബീബുല്ലാഹ്, അള്ളാഹുവിന്റെ സ്നേഹിതൻ. പാഠത്തിൽ പഠിപ്പിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. മുത്തുനബിയുടെ ഉപ്പയാര്, ഉമ്മയാര്, ഗോത്രം ഏത്, കുടുംബമേത്, ഉപ്പാപ്പയാര്, ഉമ്മാമയാര്, ഉപ്പാപ്പയാര്, എവിടെയാണ് ജനിച്ചത്, എവിടെ വഫാത്തായത്, എന്നാണ് വഫാത്തായത്, എന്നാണ് ഹിജറ പോയത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. നിർബന്ധമായ കാര്യങ്ങളാണ്. നമുക്കൊന്ന് വായിക്കാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഉപ്പ, മസ്ജിദിൽ നിന്ന് ആരാണ് പാട്ട് പാടുന്നത്? മോനെ, അത് മൗലിദാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമായാണ് ഇന്ന്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത്. അന്ന് മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. മൗലിദ് പാരായണം, തബറുക്ക് ദാനം, ഘോഷയാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയൽ തുടങ്ങിയവയാണ് ആഘോഷ പരിപാടികൾ. നമുക്കും ആഘോഷത്തിന് പുറപ്പെടാം. അവർ മദ്രസയുടെ അങ്കണത്തിലെത്തി. സുഹൈൽ പ്രസംഗം ആരംഭിച്ചു. അറേബ്യയിലെ പ്രധാന പട്ടണമാണ് മക്കത്തുൽ മുക്കറമ. മക്കയിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശ്. ഖുറൈശിലെ പ്രധാന കുടുംബമാണ് ഹാഷിം. ഹാഷിം കുടുംബത്തിന്റെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുള്ള എന്നവർ. വഹബിന്റെ മകൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ അബ്ദുള്ള എന്നവർ വിവാഹം ചെയ്തു. അവരുടെ മകനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു. അത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിലായിരുന്നു. അതിനാൽ റബീഉൽ അവ്വൽ 12-ന് ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസത്തിന് ശേഷം പിതാവ് വഫാത്തായിരുന്നു. ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. 6-ാം വയസ്സിൽ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായി. പിന്നീട് അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിച്ചത്. 8 വയസ്സായപ്പോൾ അദ്ദേഹം വിടവാങ്ങി. ശേഷം പിതൃ സഹോദരൻ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. സ്വൽസ്വഭാവവും വിശ്വസ്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു. ജോലി ചെയ്ത് ജീവിച്ചു. നാട്ടുകാർ അൽ അമീൻ എന്ന് വിളിച്ചു. 25-ാം വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. 35-ാം വയസ്സിൽ പരിശുദ്ധ കഅബ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തു. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നബുവത്ത് ലഭിച്ചു. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ധാരാളം പേർ മുസ്ലിമായി. 53-ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. അല്ലാഹുവേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ, ആമീൻ. സുഹൈൽ പ്രസംഗം അവസാനിപ്പിച്ചു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. നഖറോനൊന്ന് വായിക്കാം നമുക്ക്. ഗോത്രം, ട്രൈബ്, ക്രിസ്താബ്ദം AD, കുടുംബം ക്ലൈൻ, സംരക്ഷിക്കുക പ്രൊട്ടക്ട്, പുനർനിർമ്മാണം റിനോവേഷൻ, ഘോഷയാത്ര, അറേബ്യ, മുത്തുനബി, കുടുംബം, സൽസ്വഭാവം, നിർമ്മാണം, വിവാഹം, പുലരി, പട്ടണം, ഗോത്രം, ആഘോഷം. ദഫ്തർ ത്വാലിബ് നമുക്ക് ദീപാത്തുകൾ നമുക്കൊന്ന് വായിക്കാം. 1-ാമത്തെ വർക്ക് എന്താണ്? നുക്കമ്മലിൽ ഫറാ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 1.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള, നബി തങ്ങളെ ഉമ്മ ആമിന ബീവി, നബി തങ്ങളെ ഉപ്പയുടെ ഉപ്പ അഥവാ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഉപ്പ അഥവാ ഉപ്പാപ്പ വഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച തീയതി റബീഉൽ അവ്വൽ 12, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഹാഷിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഹലീമത്തു സഅദിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ വിളിച്ച പേര് അൽ അമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച വയസ്സ് 40. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ വയസ്സ് 53. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴുള്ള വയസ്സ് 63. രണ്ടാമത്തെ വർക്കം തന്നെ നദ്കുർ നമുക്കൊന്ന് ഓർമ്മിക്കാം. നിങ്ങൾക്ക് ഏതെല്ലാം സ്വലാത്തുകൾ അറിയാം? സ്വലാത്തുൽ ഇബ്രാഹിമിയ, സ്വലാത്തുൻ നാരിയ, സ്വലാത്തു താജ്, സ്വലാത്തുൽ ഫാത്തിഹ. മൂന്നാമത്തെ വർക്ക് നുഇദ് മുദക്കിറ. നിങ്ങളെ സ്കൂളിൽ നബിദിന പരിപാടിയെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കും. സദർ ഉസ്താദ് പതാക ഉയർത്തുകയും വലിയ ഉസ്താദ് പ്രാർത്ഥന നടത്തി കളർഫുള്ളായ നബിദിന റാലി നടത്തി. അതിൽ സ്കൗട്ട്, ദഫ്, റബന തുടങ്ങിയവ ഉണ്ടായിരുന്നു. റാലിക്ക് ശേഷം മൗലിദ് പാരായണവും അന്നദാനവും ഉണ്ടായിരുന്നു. കുട്ടികൾ വ്യത്യസ്തമായ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. 2 ടീമായിട്ട് മത്സരം നടത്തിയിരുന്നു. ആവേശകരമായ മത്സരം കാഴ്ചവെച്ചു. പിന്നീട് പെൺകുട്ടികൾക്ക് വേണ്ടി സ്റ്റേജ് തല മത്സരവും നടത്തിയിരുന്നു. ഉയർന്ന പോയിന്റ് നേടിയവർക്ക് കപ്പ് കൈമാറി. നാലാമത്തെ വർക്ക് നുഇദു നഷീദ. നമുക്ക് പാട്ട് തയ്യാറാക്കും. കൊടുത്തതുപോലെ പാട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ നാടേത്? പറയാം പറയാം ഞാൻ പറയാം, മക്ക നബിയുടെ നാടാണ്. അതുപോലെ 2 പാട്ട് നമുക്ക് ഉണ്ടാക്കാം. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ ഉപ്പയാര്? പറയാം പറയാം ഞാൻ പറയാം, അബ്ദുള്ള നബിയുടെ ഉപ്പയാണ്. മറ്റൊരു പാട്ട്. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ ഉമ്മയാര്? പറയാം പറയാം ഞാൻ പറയാം, ആമിന ബീവി നബിയുടെ ഉമ്മയാണ്. അല്ലാഹു തആല മുത്തനബിയെ സ്നേഹിക്കാനും അവിടത്തെ പാത പിൻപറ്റാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.